എന്നാൽ പിന്നെ പോയാലോ. അപ്പം ഞാൻ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇന്ന് ജുനുവിലാണുള്ളത്. ജുനുവിൽ ഇതിന് മുന്നേ വന്നപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എന്ന് വെച്ചാൽ ലുനുവിൽ ഒരു മോർണിംഗ് ഒരു വൈബും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. അപ്പം ഞാൻ ഇന്ന് ജുനുവിൽ എവിടെ പോകുന്നത് വെച്ചാൽ എൻ്റെ പിറകെ കാണുന്നില്ലേ ഈ മൗണ്ടെയിൻ, ആ മൗണ്ടെയിൻ്റെ ഏറ്റവും മുകളിലാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് പോകുന്നത്, അപ്പോൾ അതിൽ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കണ്ടോ, എൻ്റെ പിറകിൽ കാണുന്ന മൗണ്ടെയിൻ ഇല്ലേ, ആ മൗണ്ടെയിൻ്റെ ഏറ്റവും മുകളിലാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാമല്ലോ. എന്നാൽ വായോ പോയേക്കാം. അതിന് മുന്നേ ഞാൻ ഇവിടുത്തെ ഒരു ഹിസ്റ്ററി ഒന്ന് കാണിച്ചു തരാവേ. ഈ ജുനുവിൻ്റെ ഈ ജുനു എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സിറ്റിയോ കാര്യങ്ങളോ ഒന്നും അല്ല. അലാസ്കയിലെ തന്നെ ഒരു പാട്ടായിട്ടുള്ള സ്ഥലമാണ് ജുനു. ഇവിടെയും കൂടുതലായിട്ട് നമ്മൾ ഷിപ്പ് വരുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, ഷിപ്പ് ക്രൂസിങ്ങിൻ്റെ കാര്യങ്ങളായിട്ട് വരുന്നതുകൊണ്ട് അങ്ങനത്തെ ഉള്ള പ്ലേസുകളിലാണ് കൂടുതൽ വരുന്നത്. ജുനുവിൻ്റെ ഏകദേശം ഒരു ലാൻഡ്സ്കേപ്പാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കാണിച്ചു തരാവേ. ഞാൻ പറഞ്ഞില്ലേ, ജുനുവിൻ്റെ തന്നെ ഒരു ക്യാപിറ്റലായിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. എന്താ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാവേ. ഇവിടെ കൂടുതലും ക്രൂസ് ടെർമിനലാണ് വരുന്നത്. അപ്പം ക്രൂസ് ഷിപ്പ് ടെർമിനൽ. അപ്പം ഇവിടെ ഷിപ്പിൻ്റെ നിങ്ങൾക്ക് കാണാൻ, ഇവിടെ ഷിപ്പിൻ്റെ പിക്ചേഴ്സ് കൊടുത്തിട്ട് 1 2 3 4 ഏകദേശം നല്ല രീതിയിൽ ഷിപ്സ് വരുന്ന ഒരു പോർട്ട് തന്നെയാണ്. കൂടുതലും ഇവിടെ ഷിപ്പിൻ്റെ ഇതായതുകൊണ്ട് തന്നെ ഷിപ്പിൻ്റെ പോർട്ടുകൾ ഷിപ്സ് ഒരുപാട് വരുന്നതുണ്ട്. ഇപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് യു ആർ ഹിയർ. അപ്പം നമുക്ക് പോകേണ്ടത് ഇവിടെയാണ്. എന്നാൽ നമുക്ക് പോയാലോ. അപ്പോൾ ഇതാണ് പാത്ത്. നമുക്ക് പാത്തിൽ കൂടെ മുന്നോട്ട് പോയിട്ട് നമുക്ക് ഈ മൗണ്ടെയിൻ്റെ ഏറ്റവും മുകളിലാണ് പോകേണ്ടത് കേട്ടോ. മുന്നേ കാണിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു മൗണ്ടെയിൻ വ്യക്തമായി കാണാൻ പറ്റിയില്ലെന്ന്. ആ മൗണ്ടെയിനാണ് കാണുന്നത്, അതിൻ്റെ മുകളിലാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഈ ഫ്രീ സാമ്പിൾസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലേ, അതാണെങ്കിൽ ഈ സാൽമൺസ്, സ്മോക്ക്ഡ് സാൽമൺ അതുപോലുള്ള സാൽമൺസ് ഡിഷസ് കിട്ടുന്ന ഒരു ഷോപ്സിൻ്റെയൊക്കെയാണ് കൂടുതലായിട്ടും ഇവിടെ ഉള്ളത്. ലാസ്റ്റ് ഞാൻ സ്കാഗ്വേസ് ചെന്നപ്പോൾ ഇതുപോലെ ഷോപ്സുകൾ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഒരുപാടായിട്ടും ഇവിടെ ഇങ്ങനെ ഈ ടൂർ പാക്കേജുകളാണ് കൂടുതലായിട്ടും ഉള്ളത്. സിറ്റി ടൂറായാലും ഗ്ലേസറിലോട്ട് പോകാനുള്ള ടൂറായാലും അതുപോലെ പലതരത്തിലുള്ള ടൂറുകളുണ്ട്. ആ കാണുന്ന ഗോൾഡ് ഗൾ ട്രാമില്ലേ, അതിലാണ് നമ്മൾ പോകുന്നത്. ആ കാണുന്ന ഒരു റെഡ് വൈറ്റ് ബിൽഡിംഗ് ഇല്ലേ, അത് അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള പല തരത്തിലുള്ള ടൂർ സെയിലുകളാണ് നടക്കുന്നത്. ഈ കാണാൻ പോകുന്ന ഇത് ഓരോരോ കൗണ്ടറുകളാണ്. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ടെമ്പററി ആയിട്ട് നിർമ്മിക്കുന്ന ചെറിയ ചെറിയ കൗണ്ടറുകളാണ് ഈ കാണുന്നത്. ഈ കൗണ്ടറിൽ ഓരോ ഇതിലും സിറ്റി ടൂറായാലും ഗ്ലേസറിലോട്ട് പോകുന്ന ടൂറായാലും ഒരുപാട് ടൂർ പാക്കേജുകൾ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ കഴിയും. ഇനി നമ്മൾ പോകുന്നത് അതിൻ്റെ മെയിൻ എൻട്രൻസിലോട്ടാണ്. അവിടെ നിന്നാണ് ടിക്കറ്റും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ എടുക്കുന്നത്. മെയിൻ എൻട്രൻസ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ടിക്കറ്റ് ഗുഡ് ഫോർ യുവർ അൾട്ടിമേറ്റ് റൈഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ നമുക്ക് ഷിപ്പിലെ ക്രൂവിനും പാസഞ്ചറിനും ഡിഫറെൻറ്റ് ടിക്കറ്റാണ്. ടിക്കറ്റ് സെയിം ആണ്, റേറ്റ് നല്ല ഡിഫറൻസ് ഉണ്ട്. അതങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എനിക്ക് റേറ്റ് റിവീൽ ചെയ്യാൻ പറ്റില്ല. സോ അവിടെ അഡൽസിന് $60 ഉള്ളത്. ചൈൽഡിന് അവിടെ കൊടുത്തേക്കുന്നത് 25. ഫൈനലി നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് എൻട്രൻസിലോട്ട് പോകാം. ഇതാണ് എൻട്രൻസ്. ടിക്കറ്റ് നമ്മൾ ഇവിടെ നിന്നാണ് എടുത്തത്. അപ്പോൾ നമ്മൾ എൻട്രൻസിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ എൻട്രൻസിൽ അത് കാണിച്ചതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് കയറേണ്ടത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് അവിടെ ടിക്കറ്റ് അവർ സ്കാൻ ചെയ്ത് എൻ്റർ ചെയ്തപ്പോൾ നമ്മൾ കയ്യിൽ ചെറുതായിട്ടൊരു സീൽ കണക്ക് എന്തോ അടിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മേ ബി കൗണ്ടിങ് ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. കാണുന്ന ട്രാം വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഒരു 2 ട്രാമാണുള്ളത്. ഇത് നമ്മൾ സമുദ്രനിരപ്പിൽ നിന്നും ഓൾറെഡി നമ്മുടെ ട്രാമ്പ് അവിടെ കിടപ്പുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1800 ഫീറ്റ് ഹൈറ്റിലാണ് ഈ മൗണ്ടെയിൻ്റെ മുകളിലേക്ക് നമ്മൾ പോകേണ്ടത്. ഈച്ച് കേബിൾസും ഏകദേശം 3526, അതായത് ഏകദേശം ഒരു 1075 മീറ്ററോളം ഉണ്ട്. ആ ഓരോ കേബിൾസില്ലേ, ഈ ട്രാം പോകുന്ന കേബിൾസ് അത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഇറ്റ് മീൻസ് അതിൻ്റെ ഈ കയറി പോകുന്ന ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 2,79,700. എനിക്കിവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ പറയുന്നതേ ഉള്ളൂ, അല്ലാതെ എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും തന്നെ അറിയില്ല. മേ ബി അറിയാവുന്ന വേറെ ആളുകളുണ്ടായിരിക്കും, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാണും.
സോ ഇത് കണ്ടോ, ചെറിയ ടൗണാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളും ഉള്ള ഒരു ചെറിയ ടൗൺ തന്നെയാണിത്. വളരെ ചെറുതെന്നൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ലത്. ഞാൻ പറഞ്ഞില്ല, ഈ കേബിൾ കണ്ടോ, ഈ കേബിളെന്ന് വെച്ചാൽ ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന സ്വിറ്റ്സർലാൻഡിൽ നിന്നാണ്. മേ ബി അത്ര ഒരു സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടായിരിക്കാം അവർ ചെയ്തേക്കുന്നത്. ഇരുമ്പിൻ്റെ കേബിളായിരിക്കാം. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഏകദേശം ഇവർ പറയുന്നത് 6 മിനിറ്റ് കൊണ്ട് എത്താൻ കഴിയുമെന്ന്. ബട്ട് ഞാൻ ചെക്ക് ചെയ്തായിരുന്നു എത്ര ടൈം കൊണ്ട് എത്താൻ കഴിയും എന്നുള്ളത്. ജസ്റ്റ് നോക്കാം. അവർ നല്ല രീതിയിൽ എക്സൈറ്റഡ് ആണ് കേട്ടോ, പാസഞ്ചറും കാര്യങ്ങളും അവരൊക്കെ നോക്കുന്നത്. ഞാൻ എക്സൈറ്റഡ് ആണ്, പക്ഷെ ഞാൻ ഇതിന് മുന്നേ ഇവിടെ ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന കണ്ടില്ലേ, ഇത് ചെറിയൊരു കനാല് കണക്കുള്ള റൂട്ടാണ്. ഷിപ്സുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പ്രിൻസസിൻ്റെ ഷിപ്പാണ് അവിടെ കിടക്കുന്നത്, അത് നമ്മളെ ഷിപ്പാണ്. അത് കഴിഞ്ഞ് പുതിയ ഷിപ്പ് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ കടലിൽ നിന്നും ഉള്ളിലോട്ട് ജുനൂലോട്ട് വരുന്ന ഒരു കനാല് കണക്കത്തെ പാത്തിലോട്ടാണ് ഷിപ്പുകൾ ഉള്ളിലോട്ട് വരുന്നത്. അതായത് ടൗണിലോട്ട് ഷിപ്പ്, ആ ഒരു പോർട്ടിലോട്ട് ഷിപ്പ് അടുക്കുന്നത്. 2 സൈഡിലും മൗണ്ടെയിനും കാര്യങ്ങളാണ്. മെയിനായിട്ട് ഇവിടുത്തെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ ടൂറിസ്റ്റ് മേഖലയെ ആസ്പദമാക്കിയുള്ള ഒരു ഇത് തന്നെയാണ്. ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായിട്ടാണ് പലതരത്തിലുള്ള സീസൺ. ഒരു ദിവസം തന്നെ പല കമ്പനിയിലെ പലതരത്തിലുള്ള ഷിപ്പുകളും വരാറുണ്ട്. കണ്ടെയ്നർ ഷിപ്പുകളൊക്കെ വരാറുണ്ട് കേട്ടോ ഈ പോർട്ടിലോട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ കാണുന്ന ഒരു കനാലാണ്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഷിപ്പുകളൊക്കെ വരുന്നു, അത് ടെർമിനലുകളാണ് കേട്ടോ കാണുന്നത്. ഇപ്പോൾ സെയിം ടൈം തന്നെ ഇപ്പം തന്നെ പ്രിൻസസിൻ്റെ തന്നെ 2-3 ഷിപ്പുകൾ ഒരേ ടൈം വരാറുണ്ട്. ഞങ്ങൾ ഫൈനലി അതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ 6 മിനിറ്റാണ് പറയുന്നത് ഇതിൻ്റെ മുകളിലെത്തുന്നത്. 6 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 12 മിനിറ്റോളം എടുത്തു മുകളിലോട്ട് വരാനായിട്ട്. സോ നമ്മളതിൻ്റെ മുകളിലോട്ടെത്തി. അതിൽ നിന്നൊരു കാഴ്ച കാണിച്ചു തരാതെ വിൻഡോയിൽ കൂടി ചെറിയ ഗ്ലാസ്സൊക്കെ ഇട്ട വിൻഡോസാണ് കൊടുത്തേക്കുന്നത്. സോ നമുക്കതിൻ്റെ പുറത്തേക്ക് കടക്കാം. ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ച് കാണാൻ കഴിയുന്ന കാഴ്ചകളെന്ന് വെച്ചാൽ നല്ല മനോഹരമായി വുഡിലാണ് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. വുഡിൽ ചെയ്തു വെച്ചേക്കുന്നു. ഇത് ഇവിടുത്തെ കാണുന്ന മൗണ്ടെയിൻ്റെ ഒരു ഇതാണ്. ഇതിന് മുന്നേ വന്നപ്പം ഇത്ര സ്നോ ഇല്ലെങ്കിലും കുറച്ച് സ്നോ ഒക്കെ ഞാൻ കണ്ടിരുന്നു. മേ ബി സ്നോ കാണുമെന്ന് എനിക്ക് ഷുവറില്ല. ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കോഫി ഷോപ്പ് കാര്യങ്ങൾ. ഇനി നമുക്ക് താഴോട്ടാണ് ഇറങ്ങി പോകേണ്ടത്. ഇവിടെ റെസ്റ്റോറൻറ്റും റെസ്റ്റ് റൂമും തിയേറ്ററും ഒക്കെ ഉണ്ട് കേട്ടോ, ചെറുതായിട്ട്. മീൻസ് അതിൻ്റെ ഇതിലൊക്കെ ചെറിയൊരു കരടിയുടെയൊക്കെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഉള്ളിലായിട്ട്. സോ നമുക്കതിൻ്റെ പുറത്തേക്ക് കിടക്കാം. പുറത്തോട്ട് കിടന്നിട്ട് കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഫൈനലി നമ്മളങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ നോക്കി, ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാവേ അവിടെ എത്ര ഉണ്ടെന്ന്. ഞാൻ അവിടെ നിൽക്കുന്നു, എൻ്റെ ഷിപ്പാണ് ആ കാണുന്നത്. ഓക്കെ, എത്ര താഴ്ച. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഫ്രണ്ട് ക്യാമിൽ എടുത്തുകൊണ്ട് കുറച്ച് നിങ്ങൾക്ക് വ്യക്തമാകത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം. കണ്ട എത്രത്തോളം താഴ്ചയിലാണ് ഷിപ്പും എത്രത്തോളം അടിയിലും മുകളിലാണ് ഇതിൻ്റെ ഇതും നോക്കി. ഇരുമ്പിലാണ് കേട്ടോ, കംപ്ലീറ്റ് ഇരുമ്പിലാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. ഇത് ഞാൻ കുറച്ച് സൂം ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ഇത് റൂബി പ്രിൻസസ് ആണ്, നമ്മുടെ പ്രിൻസസിൻ്റെ ഷിപ്പാണ് ആ പോകുന്നത്. എനിക്കൊന്ന് MSC എന്തോ ആണെന്ന് തോന്നുന്നു. കോൺക്രീറ്റിൻ്റെ ഇതിലാണ് ആ നമ്മൾ വന്ന റെയിലിൻ്റെ ഇത് ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. നോക്കി, ഫുള്ളായിട്ട് അവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഇരുമ്പിൻ്റെത് ഇതാക്കി വെച്ചേക്കുവാണ്. അത് ഇവിടെ ഒരു ടയർ കണക്കൊരു സംഭവമുണ്ട്. അതിങ്ങനെ റൗണ്ട് ചെയ്ത് ആ ബെൽറ്റ് മുന്നോട്ട് വലിക്കുമ്പോഴാണ് ഇത് വരുന്നത്. ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അത് ക്ലോസ്ഡ് ആണ്. പക്ഷെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡു നോട്ട് ഫീഡ് ദ ആനിമൽസ്. മേ ബി എന്തേലും എൻ്റെ ഇവിടെ കറക്റ്റായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പോയിൻറ്റ്സുകളും എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ. നല്ല മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടേ നല്ല മനോഹരമായിട്ടല്ലേ കാഴ്ചകൾ കാണുന്നത്. നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണെന്നുള്ളത്. കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ബേർഡ്സിൻ്റെയൊക്കെ ഒരു ഇതാണ് കൊടുത്തേക്കുന്നത്. അങ്ങോട്ട് മുന്നോട്ടുള്ള പാത്തിലോട്ട് നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ
ഇവിടെ ആരും എന്ന് വെച്ചാൽ മോർണിംഗ് ആയതുകൊണ്ട് മോർണിംഗ് ഒരു 10 മണി ആയതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഷിപ്പെല്ലാം ഏകദേശം പോർട്ടുകളിലേക്ക് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആരും തന്നെ ഇവിടെ അങ്ങും ഇല്ല കേട്ടോ. ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ കാണാൻ പറ്റുമോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ, കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. സോ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇതിന് മുന്നേ ഞാനിവിടെ വന്ന ടൈമിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ഐസായിരുന്നു. ഇറ്റ് മീൻസ് ആ ഒരു സ്നോയുടെ നല്ല രീതിയിൽ സ്നോ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ഒന്നും ഇല്ല. പക്ഷേ ഇത് പോകുന്ന പാത്ത് തന്നെയാണ്. അവിടെ കൊടുത്തിട്ടുണ്ട് സൗണ്ടൊക്കെ വെച്ച് പോകണം എന്നൊക്കെ. ബട്ട് മുന്നോട്ടൊന്നും ആരെയും ഞാൻ കാണുന്നില്ല കേട്ടോ. ഇവിടെ കണ്ടോ, വുഡിലൊക്കെ എന്തോ ഇതാക്കി വെച്ചേക്കുന്നു. ഇവിടെ എങ്ങും വെള്ളമോ സ്നോയോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ടൈമിലൊരു സീസൺ അല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ സ്നോയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ കുറച്ചുകൂടെ മണ്ടയിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്രീത്തിങ്ങിന് പ്രോബ്ലം ഉണ്ടാവുമേ. എനിക്ക് നല്ല രീതിയിൽ ബ്രീത്തിങ്ങിന് പ്രോബ്ലം ഉണ്ട്. നോക്കി, ഞാൻ അവിടെ നിന്നാണ് ആ കാണുന്നതില്ലേ, ആ കാണുന്ന അവിടെ നിന്നാണ് ഇത്രയും ദൂരം റൗണ്ട് ചെയ്ത് നടന്ന് ഇതിലേക്കൂടെ വന്നത്. മുകളിൽ എന്താണെന്ന് എനിക്കറിയില്ല. ഇതിന് മുന്നേ ഇവിടെ വരെ വന്നപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇതുണ്ടായിരുന്നു, സ്നോ ഉണ്ടായിരുന്നു, നല്ല സ്നോ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് സ്നോ ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അവിടെ കാണുന്നതാണ് നമ്മുടെ ഷിപ്പുകൾ വരുന്ന പാത്ത്. ഈ കാണുന്ന മൗണ്ടൻ എല്ലാം സ്നോ ആവും. ഇപ്പം ഇവിടെ എന്ന് വെച്ചാൽ ടൂറിസ്റ്റ് സീസണാണ്. ഈ സീസണിൽ കുഴപ്പമില്ല. ഇത് കഴിഞ്ഞ് വരുവാണെങ്കിൽ ഇപ്പം ഈ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് മാത്രമാണ് സ്നോയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത്. അല്ലെങ്കിൽ ഇവിടെ നല്ല ബുദ്ധിമുട്ടാണ് സ്റ്റേ ചെയ്യാൻ. ഇനി മുകളിലോട്ട് പോയാൽ എന്തായാലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലെ തന്നെ ഫോറസ്റ്റും കാര്യങ്ങളും ആയിരിക്കും. ട്രക്കിങ്ങിനുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും ഇവിടെ വരുന്നത് കേട്ടോ. മെയ് 1 തൊട്ട് സെപ്റ്റംബർ 30 വരെയാണ് ഈ ഗോൾഡ് ബെൽറ്റ് റാം ഇവിടത്തേക്ക് ഓപ്പൺ ആകുന്നത്. അത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. ഇവിടുത്തെ സീസൺ കംപ്ലീറ്റ് ഗോൾഡ് ബെൽറ്റ് റാം ക്ലോസ് ചെയ്യുകയാണ്. എനിക്കാണെങ്കിൽ ഇതിന് മുകളിലോട്ട് വന്നുകൊണ്ടേ കുറച്ച് ഇവിടെ നല്ല രീതിയിൽ തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്ന കണക്കല്ല, നല്ല രീതിയിൽ ഈ മൗണ്ടൻ്റെ മുകളിലോട്ട് വന്നാൽ ബ്രീത്തിങ്ങിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ പ്രോബ്ലം വരുന്നുണ്ട്. നമുക്ക് ശ്വാസം എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്നിട്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഞാൻ എത്തിയിട്ടില്ല. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഒരു വ്യൂ ഒന്ന് കാണിച്ചു തരാം. സീസൺ ടൈമിലാണ് വരുന്നതെങ്കിൽ ഈ കാണുന്ന മൗണ്ടൻ കംപ്ലീറ്റ് സ്നോ ആയിട്ട് കിടക്കുമായിരിക്കും. അവിടെ ചെറുതായിട്ട് ഫോഗ് കണക്കൊക്കെ വരുന്നുണ്ട്. ഈ കാണുന്ന മൗണ്ടൻ മൊത്തവും സീസൺ ടൈമിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഫുള്ള് കവറായിട്ട് മഞ്ഞിൻ്റെ ഇതാണ്. ലാസ്റ്റ് ടൈമിൽ ഞാനിവിടെ വന്ന ടൈമിൽ ഫുള്ള് ആ മൗണ്ടൻ എല്ലാം കംപ്ലീറ്റ് കവർ ചെയ്ത് കിടക്കും. അവിടെ ദൂരോട്ട് കാണാൻ പറ്റുമല്ലോ ചെറുതായിട്ട്, അതേ കണക്ക് തന്നെ ഇവിടെയുണ്ട്. ചെറുതായിട്ടേ ഉള്ളൂ. അപ്പോൾ അതേ കണക്ക് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഇതുള്ളത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ അതിമനോഹരമായ വ്യൂ ആണ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത്. തികച്ചും എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയ സ്ഥലമാണ് ജൂനു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അലാസ്കയിലെ തന്നെ വളരെ ചെറിയൊരു ടൗൺ തന്നെയാണ് ജൂനു എന്ന് പറയുന്നത്. ഒരു ടൂറിസ്റ്റാണ്. ഇവിടുത്തെ മെയിൻ ബിസിനസ്സോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇവിടെ സീസൺ ആകുമ്പോൾ അവിടുത്തെ ക്രൂസിങ്ങിന് വേണ്ടി വരുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. ആ കാണുന്നത് ചെറിയൊരു വാട്ടർഫാൾസാണ്. ആ വൈറ്റായിട്ട് കാണുന്നില്ലേ, വാട്ടർഫാൾസാണ് ചെറുതായിട്ട്. ഇപ്പം എന്ന് വെച്ചാൽ ആ ഒരു സീസൺ അങ്ങ് മാറിക്കഴിഞ്ഞുകൊണ്ടാണ് ഒന്നും തന്നെ നമുക്ക് അത്ര വ്യക്തമായോ ക്ലിയറായോ കാണാൻ പറ്റാത്തത്.
കുറേ റൗണ്ട് ചെയ്ത് നമുക്കിങ്ങനെ നടന്ന് ചുറ്റി കാണാനുണ്ട്. എന്ന് വെച്ചാൽ വ്യൂ ഏറ്റവും കൂടുതൽ കാണാനുള്ളത് വ്യൂ തന്നെയാണ്. നമ്മൾ ഈ പോകുന്ന വഴിയിലെല്ലാം നമുക്ക് വഴി തെറ്റിപ്പോകാതിരിക്കാൻ അവരെന്താ ചെയ്തിരിക്കുന്നത്, വുഡിനകത്ത് പെയിൻ്റ് അടിച്ചിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് ഓരോ വഴിയുടെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെറിയ ചെറിയ വ്യൂ പോയിൻറ്റ്സുകളുണ്ട്, നമുക്കത് പോയി കാണാമല്ലോ. ഇവിടെ മുകളിലോട്ട് വന്നപ്പോഴത്തേക്ക് ബ്രീത്തിങ്ങിന് നല്ല പ്രോബ്ലം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടൊക്കെ സൗണ്ട് നല്ല രീതിയിൽ അടച്ചിട്ടുണ്ട്. ആ മൗണ്ടൈൻ എല്ലാം ഫോഗായിട്ട് വരുന്നുണ്ട് നല്ല രീതിയിൽ. സൺസെറ്റ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ വ്യൂ പോയിന്റിലോട്ട് പോകാവേ. ഇപ്പോൾ കാണാൻ പോകുന്ന വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് ഫുള്ള് നമുക്ക് താഴെ കാണാൻ പറ്റുന്നതാണ്. ഫൈനലി ഫ്രണ്ട്സ്, നമ്മൾ ആ വ്യൂ പോയിന്റിന് അവിടെ എത്തിയിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 1800 അടി ഉയരത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ താഴത്തേക്കുള്ള വ്യൂ നോക്കുന്നത്. എന്ത് മനോഹരമായ ആകാശം, മലനിരകൾ, താഴത്തോട് പോകുന്ന ചെറിയ കടലിൻ്റെ കനാലുകൾ, എന്ത് മനോഹരമായ കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ശരിക്കും കണ്ട ഓരോരോ ഷിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നതാണ് നമ്മളെ ഷിപ്പ്. കണ്ട ഓരോ ഷിപ്പുകളും ഇങ്ങനെ പോർട്ടിലടുത്തേക്കുന്നത്. നമുക്ക് അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോവാം. ചെറിയ ചെറിയ വ്യൂ പോയിൻ്റാണുള്ളത്. അത് മെയിനായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ് നമ്മൾ കണ്ടത്. ഇനി ചെറിയൊരു വ്യൂ പോയിൻ്റാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് കണ്ടു നോക്കാം. ഇത് ചെറിയൊരു ജസ്റ്റ് ഒരു വ്യൂ പോയിൻ്റാണ്. ഇത് അത്ര ചെറുത് അങ്ങനെ നിർമ്മിച്ചൊന്നുമല്ല. അടുത്തതായിട്ട് പോകുന്നത് മൊത്തത്തിൽ 2 വ്യൂ പോയിൻറ്റ്സ് ആണുള്ളത്. അതിലെ സെക്കൻഡ് വ്യൂ പോയിൻ്റാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. അതിന് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് സെയിം ഒരേ ലെവലിൽ തന്നെയാണ്. ബട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ട്രാമിൻ്റെ ഏറ്റവും മുകളിൽ വരുന്നില്ലേ, ആ ഒരു ഇത് കാണാം, ദൂരെ കാണാൻ കഴിയുന്നില്ല. ഇതുപോലെ തന്നെ വ്യൂവും കാര്യങ്ങളും എല്ലാം സെയിം ആണ്. എനിക്ക് തോന്നുന്നത് ഡെപ്ത് കുറച്ചുകൂടെ കുറഞ്ഞിരിക്കുവാണെന്ന്. ഈ കാണുന്നതുണ്ടോ, ഈ കാണുന്നത് എന്താണെന്നറിയോ, ഇത് പൈൻ മരങ്ങളാണ്. നമ്മൾ ഈ സിനിമയിലും ക്രിസ്മസിനൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ മഞ്ഞ് ഇതായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു മിസ്റ്റും കാര്യങ്ങളും സ്നോ ഒക്കെ വന്ന് തങ്ങി പിടിച്ചിരിക്കുന്നത്. ഇത് കണക്കുള്ള ഒരുപാട് പൈൻ മരങ്ങൾ ഇവിടെ അറൗണ്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല തണുപ്പുണ്ട് കേട്ടോ. അതിനകത്ത് നല്ല രീതിയിൽ ചെറിയ ചെറിയ മിസ്റ്റിൻ്റെയൊക്കെ ഉണ്ട് രാവിലെ ആയതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇതെല്ലാം ഇവിടെ ഇങ്ങനെ വഴി കറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു മൗണ്ടൈനെ റൗണ്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഇതവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് പൈൻ മരങ്ങളിലോട്ട് പോകുന്ന ഒരു തോട്ടമാണ്. എനിക്ക് തോന്നുന്നു മോർണിംഗ് ആളുകളൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ആളുകൾ വരുന്നതിൻ്റെയും ഒക്കെ. നല്ല രസമുണ്ട് കേട്ടോ പൈൻ മരങ്ങൾ കാണാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ ആളുകൾ വരുന്നുണ്ട്, ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ അടുത്ത ഞാൻ പറഞ്ഞില്ലേ ഞാൻ വന്ന് കയറി ആ വഴിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ വഴി റൗണ്ട് ചെയ്ത് വന്നതാണ് ഞാനിവിടെ. അപ്പം നമുക്ക് ആ വഴിയിലൂടെ പുറത്തോട്ട് പോകാം. നമ്മൾ വന്ന വഴി ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ആണെങ്കിൽ ഓരോരോ പ്ലാന്റിൻ്റെയും ചെറിയ ചെറിയ അവിടെ നിൽക്കുന്ന പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടല്ല, അതിൻ്റെ പേരുകളും അതിൻ്റെ പിക്ചേഴ്സിൻ്റെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ പിന്നെ ബെറീസ് പോലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് ഇവിടുത്തെ ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്, പക്ഷേ നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് കഴിക്കാൻ ഒരു റിസ്ക് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നമുക്കൊരു വ്യൂ പോയിൻറ്റിലോട്ട് പോകാം. മറ്റൊരു വ്യൂ പോയിൻ്റാണ്, മനോഹരമായൊരു വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. നല്ല രസമില്ലേ കാണാൻ, ആകാശവും കാണാൻ നല്ല രസമില്ലേ, പൈൻ മരങ്ങളും ആ നീലാകാശവും നമ്മളിപ്പോൾ കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് ഇതെല്ലാം കാണാനായിട്ട്. തികച്ചും നല്ലൊരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളാണ്. ഇതൊരു റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലാണ് കേട്ടോ ഈ ഒരു വ്യൂ പോയിൻറ്റ്. അതിൻ്റെ അകത്താണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ആളുകൾ ഇതാണെങ്കിൽ വുഡിൽ ഞാൻ മുന്നേ കാണിച്ചില്ലേ, അതുപോലെ വുഡിൽ ചെയ്യുന്ന ഒരു വർക്കുകളാണ്. പുള്ളി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പുള്ളി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ എന്താ പറയുക മഴയോ അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഒരു അട്രാക്റ്റീവായിട്ട് മറ്റുള്ളവരെ കാണിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇത് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് പോവാം. അപ്പം നമുക്ക് പോയി നോക്കാം. ഓൾറെഡി വന്നു കഴിഞ്ഞു കേട്ടോ നമുക്ക് പോകാനുള്ള. അപ്പോൾ ആ കൺട്രോൾ റൂമിൽ നിന്ന് അവിടുന്ന് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓൾറെഡി. ഇപ്പം നല്ല രീതിയിൽ തിരക്കുണ്ട് കേട്ടോ, ആളുകൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും പോവാം, ടൈമായിട്ടുണ്ട്. അപ്പം നമുക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്ക് ആ താഴോട്ടുള്ള കാഴ്ച നല്ലപോലെ കാണാൻ പറ്റുമല്ലോ. നമുക്ക് ശരിക്കും നല്ല ഹൈറ്റിലാണ് നമ്മളുള്ളത്. ഒരിക്കൽ ഒരു ഷിപ്പിൽ വെച്ചിട്ട്
ഇവിടെ വെച്ചിട്ട് ഇത് സ്റ്റക്കായിരുന്നേ. നമ്മുടെ ഒരു ഷിപ്പിൽ വെച്ചിട്ടാണ്. ലാസ്റ്റ് ഷിപ്പ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷമാണ് ഒരു 1 ഡേ 1 നൈറ്റോളം ഇത് ഷിപ്പ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരവസ്ഥ വന്നു. ഇതാണ് എൻട്രൻസിലേക്ക് നമ്മൾ തിരിച്ചു പോവുക. കയറിപ്പോയതിനേക്കാളും തിരിച്ചിറങ്ങുക നല്ല രസമുണ്ടല്ലേ. 1800 അടി ഉയരത്തിൽ നിന്ന് താഴത്തേക്ക് വരും. ഓക്കെ, നമ്മുടെ നല്ല രീതിയിൽ കാണാൻ കഴിഞ്ഞില്ല. സ്നോയും കാര്യങ്ങളൊക്കെ സാരമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈമിൽ നോക്കാം. സോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. സീ യു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.